കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിസ് ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 65-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക റിപ്പൻറ്റൻസ് ആണ്, മാനസാന്തരം അല്ലെങ്കിൽ അനുതാപം. കൊച്ചുത്രേസ്യയുടെ ഈ ആത്മീയ ദർശനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ അഗസ്തീൻ. ദൈവത്തിലേക്ക് തിരിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാനസാന്തരത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചും അദ്ദേഹം എഴുതിയ രചനകൾ കൊച്ചുത്രേസ്യയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. എളിമയിലും പശ്ചാത്താപത്തിലും അസീസി നൽകിയ ഊന്നൽ ദൈവേഷ്ടത്തിന് അനുസൃതമായി ഒരു ജീവിതം നയിക്കുവാനുള്ള അവളുടെ ധാരണയെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ വചനത്തിലേക്കാണ് നോക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സുവിശേഷം പറയുന്ന ഈ വാക്കുകൾ കൊച്ചുത്രേസ്യയെ ഏറെ സ്പർശിച്ചിട്ടുണ്ട്. മറ്റൊരു വചനമാണ് പൗലോസിലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. കൊച്ചുത്രേസ്യയെ ഈ വചനവും ഈ മേഖലകളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ റിപ്പൻറ്റൻസിനെ കുറിച്ചുള്ള ആത്മീയ ദർശനങ്ങൾ ഒരു 5 ഭാഗമായിട്ട് തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ്, ശിശുസഹജമായ ദൈവത്തിലുള്ള ആശ്രയത്വം. രണ്ടാമതായിട്ട് റെക്കഗ്നേഷൻ ഓഫ് ഫോൾട്ട്, നമ്മുടെ കുറവുകളെല്ലാം നമ്മൾ തിരിച്ചറിയൽ. മൂന്നാമതായിട്ട് ജോയ് ഇൻ ഫോർഗീവ്നെസ്, ഫോർഗീവ്നെസ്സിലുള്ള ആനന്ദം. നാലാമതായിട്ട് കണ്ടിന്യൂസ് കൺവേർഷൻ, തുടർച്ചയായിട്ടുള്ള പരിവർത്തനങ്ങളിൽ മാനസാന്തരങ്ങൾ. അഞ്ചാമതായിട്ട് ലവ് ആസ് മോട്ടിവേഷൻ, നമ്മുടെ മോട്ടിവേഷനായിട്ട് സ്നേഹത്തെ മാറ്റിയെടുക്കുക. നമുക്ക് ഈ 5 തലങ്ങളെ ഒന്ന് വിശദമായിട്ട് കാണാം. ഒന്നാമതായിട്ട് ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ്. ഒരു ശിശുവിൻ്റെ വിശ്വാസത്തോടും ലാളിത്യത്തോടും കൂടി ദൈവത്തെ സമീപിക്കുവാൻ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. യഥാർത്ഥമായ മാനസാന്തരം അവനുമായി അനുരഞ്ജനം കൊണ്ടുവരുമെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എനിക്ക് ദൈവത്തെ ഭയമില്ല, ഒരു ശിശുവിനെ പോലെ ഞാൻ അവനെ സമീപിക്കും. അവൾ പറയാണ്, ദൈവത്തെ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഒരു ശിശു എങ്ങനെയാണോ പിതാവിനെ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ സമീപിക്കും. അവൾ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു ശിശു ഒരിക്കലും തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ ഭയപ്പെടുന്നില്ല. ഒരു ശിശു പിതാവിൻ്റെ സ്നേഹത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ദൈവത്തെ ഭയപ്പെടേണ്ടത്? സ്നേഹത്തോടു കൂടി പ്രത്യാശയോടുകൂടി എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാമല്ലോ. അതാണ് അവളുടെ ചിന്താരീതി. രണ്ടാമത്തെ തലമെന്ന് പറയുക റെക്കഗ്നേഷൻ ഓഫ് ഫോൾട്ട്സ്. യഥാർത്ഥ മാനസാന്തരത്തിനും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ഒരുവൻ്റെ പാപങ്ങളും കുറവുകളും അംഗീകരിക്കുക അനിവാര്യമാണെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ തെറ്റുകൾ തിരിച്ചറിയുക എന്നത് പശ്ചാത്താപത്തിൻ്റെ യാത്ര ആരംഭിക്കുക എന്നതാണ്. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഞാൻ എൻ്റെ മനസാക്ഷിയെ ദിവസവും പരിശോധിക്കുന്നു. അപ്പോൾ ജീവിത മേഖലകളെ പരിശോധിച്ചുകൊണ്ട്, കുറവുകളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് അവൾ ദൈവത്തിലേക്ക് അനുദിനം യാത്ര ചെയ്തിരുന്നു. മൂന്നാമത്തെ തലം എന്ന് പറയുക ജോയ് ഇൻ ഫോർഗീവ്നെസ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കാനുള്ള അവസരമായി അതിനെ വീക്ഷിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ മാനസാന്തരത്തിൽ സന്തോഷം കണ്ടെത്തി. അവളെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം ദൈവവുമായുള്ള ആഴത്തിലുള്ള അടുപ്പത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു. അതുപോലെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവൾ ആനന്ദിക്കുകയാണ്. കാരണം എൻ്റെ ദൈവം എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു, ക്ഷമിക്കുന്നു. അതുപോലെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നെ തിരികെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ സന്തോഷിക്കും. ഞാൻ ഓടി ചെല്ലുമ്പോൾ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കും. അത്രമാത്രം സ്നേഹമുണ്ട്, കരുണയുണ്ട്. ആ സ്നേഹത്തിലും കരുണയിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നാണ് പുണ്യവതി പറയുക. നാലാമത്തെ തലം എന്ന് പറയുക കണ്ടിന്യൂസ് കൺവേർഷൻ.
പശ്ചാത്താപം ഒരു ഒറ്റത്തവണയല്ല, തുടർച്ചയായ ഒരു പ്രക്രിയയായിട്ടാണ് അവൾ കണ്ടത്. ഇത് നിരന്തരമായ പരിവർത്തനത്തിൻ്റെയും ആത്മീയ നവീകരണത്തിൻ്റെയും ജീവിതത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: മാനസാന്തരം എൻ്റെ ഹൃദയത്തിൻ്റെ അനുദിന നവീകരണമാണ്. അപ്പോൾ മാനസാന്തരത്തെ അവൾ കണ്ടിരുന്നത് ഒരൊറ്റ തവണയായിട്ടല്ലോ, അനുദിനം അനുനിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തെ നവീകരിച്ചുകൊണ്ട് പോയിരുന്നു എന്നാണ് അവൾ പ്രസ്താവിക്കുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: ഓരോ ദിവസവും ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള പുതിയ അവസരം നൽകുന്നു. അനുദിന കൺവേർഷൻ ആയതുകൊണ്ട് അവൾ പ്രസ്താവിക്കുക, ഓരോ ദിവസവും ഇതെനിക്ക് പുതിയ പുതിയ അവസരങ്ങൾ തന്നിരിക്കുക, ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. അഞ്ചാമത്തെ തലം എന്ന് പറയുക ലവ് ആസ് മോട്ടിവേഷൻ. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് യഥാർത്ഥ പശ്ചാത്താപം വരുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയായി കൊച്ചുത്രേസ്യ സ്നേഹത്തെ വീക്ഷിച്ചു. ദൈവമായുള്ള അടുപ്പത്തിനായുള്ള യഥാർത്ഥ ആഗ്രഹമാണ് ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ കാതലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ സത്തയാണ് സ്നേഹം. അപ്പോൾ സ്നേഹത്തെ കൺവേർഷൻ്റെ അല്ലെങ്കിൽ റിപ്പൻറ്റൻസിൻ്റെ ഒരു ആന്തരിക ഒരു അടിസ്ഥാനമായിട്ട് കൊച്ചുത്രേസ്യ കാണുകയാണ്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ പാപമോചനം തേടാൻ എന്നെ പ്രചോദിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹം അതാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്, അനുതാപത്തോടു കൂടി ദൈവത്തിൻ്റെ പക്കലേക്ക് അണയുവാനായിട്ട്, അത് സ്വീകരിക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ റിപ്പൻറ്റൻസിനെ കുറിച്ചുള്ള ആത്മീയ ദർശനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ നിമിഷം ഈ ആത്മീയ ദർശനങ്ങൾ എങ്ങനെയാണ് ആധ്യാത്മികതയും മനഃശാസ്ത്രത്തെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. പശ്ചാത്താപത്തോടുള്ള കൊച്ചുത്രേസ്യയുടെ സമീപനം ദൈവത്തിൻ്റെ കരുണയെ ഊന്നിപ്പറയുകയും ആത്മവിശ്വാസത്തോടെ അനുരഞ്ജനം തേടാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും അത് തേടുന്നവർക്ക് എപ്പോഴും ലഭ്യമാണെന്ന് പുണ്യവതി വിശ്വസിച്ചിരുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രതലം. മാനസാന്തരത്തെക്കുറിച്ചുള്ള അവളുടെ വീക്ഷണങ്ങൾ തെറ്റുകൾ അംഗീകരിക്കുന്നതിനും കുമ്പസാരത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വൈകാരിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രക്രിയ സ്വയം സ്വീകാര്യതയും ആത്മീയ രോഗശാന്തിയും വളർത്തിയെടുക്കുന്നു. മൂന്നാമതായിട്ട് സാമുദായിക വശങ്ങൾ. സ്നേഹത്തിനും കാരുണ്യത്തിനും കൊച്ചുത്രേസ്യ നൽകിയ ഊന്നൽ ക്ഷമയുടെയും അനുകമ്പയുടെയും സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നു. അവരുടെ ആത്മീയ വളർച്ചയിൽ പരസ്പരം പിന്തുണയ്ക്കാൻ ഇത് സമൂഹങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ റിപ്പൻറ്റൻസിനെ കുറിച്ചുള്ള ഈ ആത്മീയ ദർശനത്തിലൂടെ കടന്നുപോയ നമുക്ക് ഈ നിമിഷം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, പാപമോചനം തേടുമ്പോൾ എനിക്ക് എങ്ങനെ ദൈവത്തിൽ കൂടുതൽ ശിശുസമാനമായ വിശ്വാസം ആശ്രയത്വം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ഞാൻ എൻ്റെ കുറവുകൾ അംഗീകരിക്കുകയും പശ്ചാത്താപം തേടുകയും വേണം? മൂന്നാമതായിട്ട്, അനുരഞ്ജനത്തിലുള്ള സന്തോഷകരമായ അവസരമായി മാനസാന്തരത്തെ മനസ്സിലാക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? ഈ ചോദ്യങ്ങൾ ഇന്ന ദിവസം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. പുണ്യവതി നമ്മളെ സഹായിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ഒന്നിച്ച് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനസുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയെ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുത്രേസ്യയെ പോലെ അനുദിനം മാനസാന്തര അനുഭവത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപ വാങ്ങിത്തരണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം പുണ്യവതിയിലൂടെ സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ വലിയ സ്നേഹത്തെ ഒപ്പിയെടുത്ത കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഞങ്ങളേറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എത്രമാത്രമാണ് അവളെ തന്നെ നവീകരിച്ചുകൊണ്ട് നിന്നോട് ചേർന്നിരുന്നത്. നിൻ്റെ സ്നേഹത്തെ എത്രത്തോളം ആഴത്തിലാണ് അവർ മനസ്സിലാക്കിയത്. ഈശോയെ, ഇതുപോലെ നിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട്, നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കുവാനായിട്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പുണ്യവതി, നീ ദൈവത്തോട് അടുക്കുവാനായിട്ട് അനുദിനം ഉത്സാഹിച്ചതുപോലെ അടുക്കുവാനായിട്ട്, നിന്നോട് ചേർന്ന് എപ്പോഴും യാത്ര ചെയ്യുവാനായിട്ട് ഞങ്ങൾ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിലെ ഈശോദൻ